Hi all, Assalamu alaikum, welcome back. ഇന്ന് ഞാൻ ചെയ്യുന്നത് പിസ്സയിലേക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പിസ്സ സോസ് ആണ്. അതായത് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുന്ന സോസ് ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി, അതായത് സവോള, അതുപോലെ തന്നെ ഒരു 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 തക്കാളി, അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി. ഇത്രയാണ് നമുക്ക് ഈ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം എടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് കേട്ടോ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കത് വെന്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സവാളയും ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, വലുതാക്കി തന്നെ അരിഞ്ഞിട്ട് ഇട്ടാൽ മതി. വേവിക്കാനുള്ളതാണല്ലോ, അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, അതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പം വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം പച്ചക്കറി മുഴുവനായിട്ട് മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസിന് നല്ല കളറ് കിട്ടും. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കളറ് കിട്ടും. അപ്പോൾ നമ്മൾ സാധാ മുളക് പൊടിയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പച്ചക്കറി അരച്ച് വെച്ചതുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം, ഒരു സോസിൻ്റെ പരുവത്തിലായി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ്. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയും മതി. നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നേരിട്ട് തന്നെ പിസ്സയിലോട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്ന സെയിം ടേസ്റ്റുള്ള പിസ്സ സോസ് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്കിത് ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പിസ്സയുടെ റെസിപ്പി ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിസ്സയുടെ റെസിപ്പിയാണ് വരുന്നത്. അപ്പോൾ ഇനി എല്ലാവരും അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി മാറ്റി കാണാം. കീപ് വാച്ചിങ്. താങ്ക്